പേര് സൂരജ് വീട്ടി. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് 8-ാം വാർഡ് മെമ്പറാണ് നിലവിൽ. കഴിഞ്ഞ 5 വർഷത്തെ ഈ വാർഡിലെ പ്രവർത്തനങ്ങൾ പരിശോധിക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെ ഈ വാർഡിൽ നല്ല വികസന പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാനായിട്ട് എനിക്കും പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിൽ ധാരാളം റോഡുകൾ ഇപ്പോൾ ഏറ്റവും നല്ല MBBS നിലവാരത്തിൽ തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് ഈ ബേക്കറി ഈസ്റ്റ് റോഡ് ഏകദേശം 500ഓളം മീറ്ററോളം ഈ നല്ല നിലവാരത്തിൽ തന്നെ നമുക്ക് പണിയാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഈ റോഡിലെ വെള്ളക്കെട്ടുകൾ പ്രധാനപ്പെട്ട 2 റോഡുകളായിരുന്നു ബേക്കറി ഈസ്റ്റ് റോഡും കരുത്തല ഈസ്റ്റ് റോഡും. ഈ 2 റോഡുകളിലെയും വെള്ളക്കെട്ടുകൾ കൊണ്ട് ധാരാളം ആളുകൾ വളരെയധികം ബുദ്ധിമുട്ടിയിരുന്നു. അതുകൊണ്ട് തന്നെ ഈ റോഡുകളിൽ കാണേ പണിതുകൊണ്ട് ഈ വെള്ളക്കെട്ടുകളെല്ലാം നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ അടിസ്ഥാന വികസനവുമായി ബന്ധപ്പെട്ട് തന്നെ നിരവധി പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ചെയ്യാനായിട്ട് സാധിച്ചു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അതിദരിദ്രരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടുകൊണ്ട് നമ്മുടെ വാർഡിൽ 5 പേരാണ് അതിദരിദ്രരായിട്ടുണ്ടായിരുന്നത്. അവരുടെ പ്രശ്നങ്ങൾ ഭൂരിഭാഗവും നമുക്ക് പരിഹരിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഒരു കുടുംബത്തിന് ഉപജീവനമാർഗമായിട്ടുള്ള 2 കുടുംബങ്ങൾക്ക് ഉപജീവനമാർഗമായിട്ടുള്ള തൊഴിൽ നൽകാനായിട്ടും സാധിച്ചിട്ടുണ്ട്. സ്വയം തൊഴിൽ നൽകാനായിട്ടുള്ള കാര്യങ്ങളും കുടുംബശ്രീ മിഷൻ വഴി നമുക്ക് സാധിച്ചിട്ടുണ്ട്. ധാരാളം സംരംഭങ്ങൾ, ഏകദേശം 24 പുതിയ സംരംഭങ്ങൾ നമ്മുടെ വാർഡിലെ കുടുംബശ്രീ മിഷൻ വഴി നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി 4 റോഡുകൾ നമുക്ക് മെറ്റീരിയൽ വർക്ക്സായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. നിലവിൽ 2 വർക്ക് പെൻഡിങ്ങിലാണ്. അതുപോലെ തന്നെ നമുക്ക് ജൽജീവൻ മിഷനുമായി ബന്ധപ്പെട്ട് 2020-22 വർഷങ്ങൾക്കിടയിൽ എല്ലാ വീടുകളിലും, അതായത് കുടിവെള്ള കണക്ഷൻ ഇല്ലാതിരുന്ന എല്ലാ വീടുകളിലും നമുക്ക് കുടിവെള്ള കണക്ഷൻ എത്തിക്കാനായിട്ട് സൗജന്യമായിട്ട് തന്നെ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ആ ജൽജീവൻ മിഷൻ്റെ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് പള്ളിപ്പുറം പഞ്ചായത്ത് 8-ാം വാർഡിലെ എല്ലാ വീടുകളിലും നമുക്ക് കുടിവെള്ള കണക്ഷൻ എത്തിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള പദ്ധതികൾ കൃത്യമായിട്ട് തന്നെ ഏകോപിപ്പിച്ചുകൊണ്ട് നമ്മുടെ വാർഡിലെ ജനങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്നും അതുപോലെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാവരും വാങ്ങിച്ചെടുക്കാനും സാധിച്ചിട്ടുണ്ട്. സ്ട്രീറ്റ് ലൈറ്റ് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്. പുതിയ തെരുവ് വിളക്കുകൾ സ്ഥാപിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ലൈൻ നീട്ടിവലിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്തായാലും ഏറ്റവും മികച്ച രീതിയിൽ തന്നെ നമുക്കിവിടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിൽ ഏറ്റവും പറയേണ്ടതാണ് വയോജനങ്ങളെ സംബന്ധിച്ച് അവരുടെ ഉല്ലാസത്തിന് വേണ്ടി നമുക്ക് ഒരു വയോജന ഹാള് തന്നെയുണ്ട്. വയോജനങ്ങളെല്ലാ മാസവും ആദ്യത്തെ ശനിയാഴ്ച അവിടെ ഒത്തുകൂടുകയും അവരുടെ മാനസിക ഉല്ലാസങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ സജ്ജീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അവർക്ക് അത്യാവശ്യം പാട്ട് പാടുന്നതിനും അതേപോലെ വ്യായാമം ചെയ്യുന്നതിനും വേണ്ടിയിട്ടുള്ള സംവിധാനങ്ങളെല്ലാം ട്രെഡ്മിൽ ഉൾപ്പെടെയുള്ള ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ട്രെഡ്മിൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വയോജന കേന്ദ്രത്തിൽ എത്തിച്ചിട്ടുണ്ട്. അത് അവർ നല്ല രീതിയിൽ തന്നെ അത് ഉപയോഗിച്ചും വരുന്നു. അവർക്ക് വേണ്ട മാനസിക ഉല്ലാസത്തിനും അല്ലെങ്കിൽ അവരുടെ മാനസിക ആരോഗ്യത്തിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ അവർക്ക് ക്യാമ്പയിനായിട്ട് ചെയ്തു വരുന്നുണ്ട്. 24 കുടുംബശ്രീ യൂണിറ്റുകളാണ് ഇവിടെ ഉള്ളത്. ആ കുടുംബശ്രീ എല്ലാവരും കൂടിയും ചേർന്നുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ കുടുംബശ്രീയുടെ ADS ആയാലും അത് മുന്നോട്ട് പോകുന്നുണ്ട്. നല്ല ഒത്തൊരുമയോടുകൂടി തന്നെ പോകുന്നുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിലാണെങ്കിലും 25-ൽ കൂടുതൽ തൊഴിലാളികൾ നമ്മളുടെ ഈ വാർഡിൽ ജോലി ചെയ്യുന്നുണ്ട്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ 8-ാം വാർഡ് മെമ്പർ VT സൂരജിനെ സംബന്ധിച്ച് ഞങ്ങൾക്ക് വിലയിരുത്തുമ്പോൾ ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് നഗ്നമായി കാണാൻ കഴിയുമെങ്കിലും കാണാൻ പറ്റാത്ത ചില കാര്യങ്ങൾ എൻ്റെ ഓർമ്മയിൽ വരുന്നത് 2020-ലെ കോവിഡ് കാലത്ത് ഇവിടെ വളരെയധികം നമ്മളുടെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ചിരിക്കുന്ന ഏറ്റവും കൂടുതൽ കോവിഡ് ബാധ ഉണ്ടായ ഒരു മേഖലയാണത്. ഈ മേഖലയിൽ ഓരോ വീട്ടിലും ആവശ്യമായ സാധനങ്ങൾ, അതുപോലെ അവർക്ക് വേണ്ട മരുന്നുകൾ, അവർക്ക് വേണ്ട മറ്റു സഹായങ്ങളൊക്കെ
വലിയ ഒരു ടീമിനെ ഇവിടെ സെറ്റ് ചെയ്തുകൊണ്ട് മറ്റ് രാഷ്ട്രീയ പാർട്ടികളൊക്കെ മുഖം തിരിഞ്ഞു നിന്നപ്പോഴും ഇവിടെ വളരെ സജീവമായി അത്തരം പ്രവർത്തനങ്ങൾ വളരെ ഊർജ്ജസ്വലതയോടെ സ്വന്തം ആരോഗ്യം തന്നെ നോക്കാതെ ഓടി നടന്നൊരു വ്യക്തിയാണ് ശ്രീ VT സൂരജ്. അത് മാത്രമല്ല, ഇവിടെ ഈ കിടപ്പ് രോഗികളുടെ കാര്യത്തിലാണെങ്കിലും മറ്റു മാലിന്യങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണെങ്കിലും തൊഴിലും കുടുംബവും നോക്കാതെ ഓടി നടക്കുന്ന ഒരു മെമ്പർ എന്ന നിലക്ക് എന്നെ സംബന്ധിച്ച് 100-ന് 110 മാർക്കും കൊടുക്കാൻ കഴിയുന്ന ഒരു പ്രതിനിധിയാണ്. ഒട്ടനവധി പ്രതിനിധികൾ, പ്രഗത്ഭരായ പ്രതിനിധികളൊക്കെ ഈ വാർഡിനെ പ്രതിനിധീകരിച്ചിട്ടുണ്ട് എങ്കിലും അദ്ദേഹത്തിൻ്റെ യുവത്വവും സജീവമായ ഒരു മുന്നേറ്റം ഈ വാർഡിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇവിടെ പ്രധാനമായിട്ടും ഈ ബേക്കറി ഈസ്റ്റ് റോഡ് മുതൽ കിഴക്ക് അറ്റം വരെ അവിടെ പുഴയോരം ത്തുള്ള റോഡ് വളരെ എൻ്റെ കഴിഞ്ഞ ഒരു 3 വർഷത്തിനിടയിൽ നമ്മൾ ഇതിൽ വന്നു കഴിഞ്ഞാൽ മുട്ടോളം വെള്ളത്തിൽ നീന്തിപ്പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായിരുന്നു. അതൊക്കെ മാറി ഹൈടെക് റോഡ് ഇവിടെ ഈ വാർഡിൽ കൊണ്ടുവരുവാനും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്തയിടെ നമ്മളുടെ ഈ വാർഡിൻ്റെ ഒരു പ്രധാന മേഖലയാണ് നരേന്ദ്രൻ്റെ കട മുതൽ കിഴക്കോട്ടുള്ള കയർ സംഘം വരെയുള്ള റോഡ് ഭാഗം. അത് വളരെ ജീർണതയിലായിരുന്നു. അതൊക്കെ ഏറ്റവും ഭംഗിയായി എല്ലാ ജനങ്ങൾക്കും അംഗീകരിക്കുന്ന രീതിയിലേക്ക് അത്തരം നിർമ്മാണ പ്രവർത്തനങ്ങൾ കൊണ്ടുവരാനും കാനയുടെ നിർമ്മാണം സജീവമായി എല്ലാ മേഖലയിലും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ ചെയ്യാനും അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തെ പോലെയുള്ള വാർഡ് മെമ്പർമാർ വന്നെങ്കിൽ മാത്രമേ ഒരു മുന്നേറ്റം നമ്മളുടെ പഞ്ചായത്തിനും ജനങ്ങൾക്കും ഉണ്ടാകൂ എന്ന് വിശ്വസിക്കുന്ന ഒരു വോട്ടറാണ് ഞാൻ. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ ഹരിത വാർഡായിട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളൊരു വാർഡാണ് 8ാം വാർഡ്. ഈ വാർഡിൽ നമുക്ക് പരമാവധി സ്ഥലങ്ങൾ ഒഴിഞ്ഞുകിടക്കുന്ന ഭൂമികൾ കണ്ടെത്തി അവിടെയെല്ലാം പച്ചക്കറി കൃഷി തുടങ്ങുന്നതിനുള്ളൊരു പ്രോജക്റ്റാണ് നമ്മൾ സംഘടിപ്പിച്ചിരുന്നത്. കുടുംബശ്രീ വഴിയും അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയും നാട്ടുകാരുടെയും സഹകരണത്താൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ തരിശുരഹിത പച്ചക്കറി കൃഷി കേരള സർക്കാരിൻ്റെ ഭാഗമായിട്ട് തന്നെ നമുക്ക് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ വർഷം ഏറ്റവും മികച്ച രീതിയിലുള്ള കൃഷി ചെയ്യുന്നതിനുള്ള പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൽ അവാർഡ് 8ാം വാർഡിന് ലഭിക്കുകയുണ്ടായി. ഇവിടെ കൃഷി ചെയ്തിരുന്ന പൂക്കൃഷിയും പച്ചക്കറി കൃഷിയും ചെയ്തിട്ടുള്ള ഹരിതം ഗ്രൂപ്പിനാണ് പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ മികച്ച കൃഷി ഗ്രൂപ്പിനുള്ള അവാർഡിൽ ലഭിച്ചത്. എന്തായാലും നല്ല രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിൽ കൃഷി ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും കൃഷി വകുപ്പിൻ്റെയും സഹായത്താൽ പള്ളിപ്പുറം കൃഷിഭവൻ എന്തായാലും നല്ല രീതിയിൽ തന്നെ ഇതിൽ വലിയ രീതിയിലുള്ള ഇടപെടലുകളാണ് പള്ളിപ്പുറം കൃഷിഭവൻ്റെ നേതൃത്വത്തിൽ ഇവിടെ നടക്കുന്നത്. അതിൽ എല്ലാ നാട്ടുകാരും നല്ല രീതിയിൽ തന്നെ സഹകരിച്ചുകൊണ്ട് നമുക്ക് പച്ചക്കറി കൃഷി, ജൈവ പച്ചക്കറി കൃഷിയിൽ സ്വയം പര്യാപ്തരാകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഇടപെടലുകൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പള്ളിപ്പുറം പഞ്ചായത്ത് 8ാം വാർഡിൽ ഒരു അംഗൻവാടിയാണുള്ളത്, കൽപ്പക അംഗൻവാടി. അംഗൻവാടിയെ പറ്റി പറയുമ്പോൾ തന്നെ അംഗൻവാടിയിലുള്ള കുട്ടികളെ കൂടാതെ ഗർഭിണികളെയും അതേപോലെ കുട്ടികളുടെ അമ്മമാരെയും ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ തന്നെ അവരെ നോക്കിക്കൊണ്ട് തന്നെയാണ് ഈ അംഗൻവാടി നല്ല രീതിയിൽ അവർക്ക് പോഷകമൂല്യമുള്ള ആഹാരങ്ങൾ ഉൾപ്പെടെ ലഭ്യമാക്കുന്ന തരത്തിലാണ് അംഗൻവാടിയുടെ പ്രവർത്തനം നടന്നു പോരുന്നത്. കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ അമ്മമാർക്കും അതേപോലെ ഗർഭിണികൾക്കും ആവശ്യമായിട്ടുള്ള ക്ലാസ്സുകൾ ഹെൽത്തിൽ നിന്നും വിവിധ വകുപ്പുകളിൽ നിന്നെല്ലാം വന്ന് ചെയ്തു കൊടുക്കുകയും അവർക്ക് ഈ പോഷക ആഹാരങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ക്ലാസ്സുകളും അവർക്ക് അവരുടെ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് മോണിറ്ററിങ് ചെയ്തുകൊണ്ടുമാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ 2 ആശാപ്രവർത്തകരാണ് 8ാം വാർഡിലുള്ളത്. 2 പേരും നല്ല രീതിയിൽ തന്നെ നമ്മളുടെ പ്രദേശത്ത് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ മേഖലയിലെ ഏറ്റവും മികച്ച ഇടപെടലുകളാണ്, താഴെത്തട്ടിലെ ഏറ്റവും മികച്ച ഇടപെടലുകളാണ് ആശാപ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ പാലിയേറ്റീവിൻ്റെ കാര്യത്തിലായാലും ഇവിടുത്തെ കിടപ്പ് രോഗികളെല്ലാം തന്നെ ആഴ്ചയിൽ ഒരു തവണ പാലിയേറ്റീവ് സിസ്റ്ററിൻ്റെ നേതൃത്വത്തിൽ ആശാപ്രവർത്തകരും വരികയും അവർക്ക് വേണ്ട പരിചരണങ്ങൾ ആശാപ്രവർത്തകരുടെയും അതേപോലെ പാലിയേറ്റീവ് ടീമിൻ്റെയും നേതൃത്വത്തിൽ ചെയ്തു വരുന്നുണ്ട്. ഈ സേവനം വളരെ മികച്ച രീതിയിൽ തന്നെ ഈ 8ാം വാർഡിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്.
അവരെ എത്ര പ്രകീർത്തിച്ചാലും മതിയാവില്ല. അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് ആശാവർക്കർമാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പള്ളിപ്പുറം മത്സ്യഗ്രാമത്തിൻ്റെയും ചെറായി മത്സ്യഗ്രാമത്തിൻ്റെയും ഭാഗങ്ങൾ ഉൾപ്പെടുന്ന ഒരു പ്രദേശമാണ് 8-ാം വാർഡ്. ചീനവല തൊഴിലാളികളും പുഴയിൽ മത്സ്യം പിടിക്കാൻ പോകുന്ന ആളുകളാണ് കൂടുതലായിട്ടുള്ളത്. അതിനുശേഷം പിന്നെ മത്സ്യാനുബന്ധ തൊഴിലാളികൾ, പീലിംഗ് ഷെഡുകൾ, 4 പീലിംഗ് ഷെഡുകളാണ് ഈ പ്രദേശത്തുള്ളത്. അപ്പോൾ മത്സ്യാനുബന്ധ തൊഴിലാളികളെല്ലാം ധാരാളമായിട്ട് നമ്മൾ ഈ പ്രദേശത്തുണ്ട്. അവരുടെ കൃത്യമായിട്ടുള്ള ആനുകൂല്യങ്ങൾ അവർക്ക് നേടിക്കൊടുക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. പഞ്ചായത്തിൻ്റെ വിവിധങ്ങളായിട്ടുള്ള പ്രോജക്റ്റുകൾ ഉൾപ്പെടുത്തി മത്സ്യത്തൊഴിലാളികളുടെ മക്കൾക്ക് ലാപ്ടോപ്പ് ഉൾപ്പെടെ, അല്ലെങ്കിൽ അവർക്ക് കുടിവെള്ള ടാങ്ക് ഉൾപ്പെടെ, അവർക്ക് മത്സ്യത്തൊഴിലാളികൾക്ക് തടിവെള്ളം ഉൾപ്പെടെയുള്ള പ്രോജക്റ്റുകൾ എല്ലാം ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്ക് നമുക്ക് വാങ്ങിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. കൂടാതെ അവരുടെ കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠന ഉപകരണങ്ങൾ, അതേപോലെ അവർക്ക് ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ സ്കോളർഷിപ്പ് മുതലായവ എല്ലാം തന്നെ ഫിഷറീസുമായി ബന്ധപ്പെടുത്തി നമ്മൾ പഞ്ചായത്തിൻ്റെ പ്രോജക്റ്റിൽ ഉൾപ്പെടുത്തി തന്നെ നമ്മൾ ചെയ്തു വരുന്നു. മത്സ്യത്തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം CRZ എന്ന് പറയുന്നത് നമ്മളുടെ ഏറ്റവും വലിയൊരു വിഷയമായിട്ട് തന്നെ നിൽക്കുകയാണ്. എന്നാലും ഇപ്പോൾ CRZ പരിധി അല്പം ഇളവ് കിട്ടിയിട്ടുണ്ടെങ്കിലും ആ ഇളവ് ഈ മത്സ്യത്തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പുതിയൊരു വീട് വയ്ക്കാനോ അതല്ലെങ്കിൽ അവരുടെ തൊഴിലുപകരണങ്ങൾ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു നിർമ്മാണ പ്രവർത്തനങ്ങൾ പോലും ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതിയുണ്ട്. അപ്പോൾ മാറി വരുന്ന കാലത്ത് അതിലെല്ലാം മാറ്റങ്ങളുണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് മുന്നോട്ട് പോകുന്നത്. SC ST വിഭാഗത്തിലുള്ള ആളുകൾ ധാരാളമുള്ളൊരു പ്രദേശമാണിത്. വീടില്ലാത്ത ആളുകൾക്ക് ലൈഫ് മിഷൻ പദ്ധതിയിലൂടെ വീടും സ്ഥലവും വാങ്ങിക്കുന്ന പ്രോജക്റ്റുകൾ നടന്നുകൊണ്ടിരിക്കുന്നു. അതേപോലെ തന്നെ അവർക്ക് വീട് മെയിൻ്റെനൻസിനുള്ള നിരവധി ആളുകൾക്കെല്ലാം ഈ ഓരോ വർഷവും ഓരോരുത്തർക്ക് വീതം SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് വീട് മെയിൻ്റെനൻസ് നമ്മൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. SC വിഭാഗത്തിൽപ്പെട്ട ആളുകൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്ത് നമുക്ക് ഒരു റോഡ് വികസനം, ജില്ലാ പഞ്ചായത്തിൻ്റെ 10 ലക്ഷം രൂപ ഉപയോഗിച്ചുകൊണ്ട് ആ പ്രദേശത്തേക്കുള്ള ആളുകൾക്ക് സഞ്ചാരത്തിന് വേണ്ടിയിട്ടുള്ള റോഡ് നമ്മളിവിടെ നിർമ്മിച്ച് നൽകുകയുണ്ടായി. വളരെ ഗൗരവത്തിൽ തന്നെ ഈ SC വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഉന്നമനത്തിനായിട്ടുള്ള പ്രവർത്തനങ്ങൾ ഇനിയും ഈ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് കൊണ്ടുപോകും എന്നാണ് ഈ അവസരത്തിൽ പറയാനായിട്ടുള്ളത്. ഹരിതകർമ്മസേനയുമായി ബന്ധപ്പെട്ട് ഈ പ്രവർത്തനം തുടങ്ങിയ സമയത്ത് വളരെയധികം എതിർപ്പുകളാണ് നമുക്ക് ഈ പ്രദേശത്ത് നിന്നും ഉണ്ടായിട്ടുള്ളത്. കാരണം ഈ വലിച്ചെറിയൽ എന്നുള്ള ഒരു പ്രക്രിയ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള വളരെയധികമായിട്ടുള്ളൊരു ശ്രമമാണ് നമ്മുടെ നാട്ടിൽ സർക്കാരും ജനപ്രതിനിധികളും പൊതുജനങ്ങളും എല്ലാവരും കൂടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ പൊതുസ്ഥലങ്ങളിൽ ഇത്തരത്തിലുള്ള വലിച്ചെറിയൽ പ്രവർത്തനം നമുക്ക് നിന്നിട്ടുണ്ടെങ്കിലും അത് ഒറ്റയുമായിട്ടുള്ള സ്ഥലങ്ങളിലെല്ലാം ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഹരിതകർമ്മസേന കൃത്യമായിട്ട് ഇടവേളകളിലെല്ലാം തന്നെ വിവിധങ്ങളായിട്ടുള്ള രീതിയിൽ പ്ലാസ്റ്റിക്കുകളും അനുബന്ധ ഉപകരണങ്ങളെല്ലാം ശേഖരിച്ച് അവർ കൃത്യമായിട്ട് തന്നെ അത് ഇവിടുന്ന് MCFലേക്ക് മാറ്റുന്നുണ്ട്. ഏകദേശം 90% ആളുകളും 95% ആളുകളും ഹരിതകർമ്മസേനയ്ക്ക് യൂസർ ഫീസും അവർക്ക് പ്ലാസ്റ്റിക്കും ഇപ്പോൾ കൊടുത്ത് അവരായിട്ട് സഹകരിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനവും മാതൃകാപരമായിട്ടുള്ള രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. ശുചിത്വ വാർഡായിട്ട് നമുക്ക് ഇവിടെ മാറ്റാനായിട്ടുള്ള പ്രവർത്തനങ്ങൾ തുടർന്നും നടത്തിക്കൊണ്ടുപോവുകയും അതേപോലെ അത് ജനങ്ങളിലേക്ക് വലിയൊരു രീതിയിലുള്ളൊരു ബോധവൽക്കരണം നടത്തിക്കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ ഒരു ശുചിത്വം എന്നുള്ളൊരു പ്രഖ്യാപനം നമുക്ക് 100% ആക്കാൻ പറ്റുള്ളൂ. കാരണം ഇപ്പോൾ നമ്മളുടെ തോടുകളും അതേപോലെ പുഴകളും മലിനപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. അതെല്ലാം ഇല്ലാതാക്കുന്നതിന് വലിയ രീതിയിലുള്ളൊരു പ്രവർത്തനമാണ് നമുക്ക് കാഴ്ചവെക്കേണ്ടത്. ഇപ്പോഴും പല ആളുകളിലേക്കും ഇതിൻ്റെ കൃത്യമായിട്ടുള്ളൊരു ബോധവൽക്കരണ ക്യാമ്പയിൻ തുടർന്നും ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാം ഫലമായിട്ട് തന്നെ പല ആളുകളും ഇപ്പോൾ തോടുകളിലേക്ക് കുഴൽ വയ്ക്കുന്ന അല്ലെങ്കിൽ മലിനജലം ഒഴുക്കുന്നതെല്ലാം കുറേയൊക്കെ നിർത്തിയിട്ടുണ്ട്. അത് പള്ളിപ്പുറം പഞ്ചായത്തും അതിന് വളരെയധികം രീതിയിൽ പല ആളുകളിൽ നിന്നും പിഴ ഈടാക്കിക്കൊണ്ട് തന്നെ അത് തടയുന്നതിന് മലിനജലം തോട്ടിലേക്ക് ഒഴുക്കുന്നതെല്ലാം തടയുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതൊരു തുടർ പ്രവർത്തനമായിട്ട് തന്നെ നടത്തിക്കൊണ്ട് പോകുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിൻ്റെ നിർദ്ദേശാനുസരണം നമ്മൾ ഗ്രാമസഭകൾ വിളിച്ചു ചേർക്കുകയും ആ ഗ്രാമസഭയിൽ
നമ്മൾ കൃത്യമായിട്ടുള്ള അജണ്ടകൾ പ്രകാരം കാര്യങ്ങൾ അവതരിപ്പിക്കുകയും ആ ഗ്രാമസഭയ്ക്ക് മുന്നോടിയായിട്ട് നമ്മൾ ഈ നോട്ടീസുകളെല്ലാം എത്തിക്കുകയും എല്ലാ പദ്ധതികളും കൃത്യമായിട്ട് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അവർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികൾ ഇപ്പോൾ എല്ലാവരും 100% ആളുകളും ഈ പദ്ധതികളിലേക്ക് അല്ലെങ്കിൽ അപേക്ഷകൾ വഴി പഞ്ചായത്തിൻ്റെ ഇതിലേക്ക് വരുന്നില്ലെങ്കിൽ പോലും ആവശ്യമുള്ള ഭൂരിഭാഗം ആളുകളെയും നമ്മൾ കണ്ടെത്തി അവർക്ക് ആവശ്യമായിട്ടുള്ള പദ്ധതികളെല്ലാം ഈ പഞ്ചായത്ത് വഴിയും ഗ്രാമസഭ വഴിയും നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ തുടർ പ്രവർത്തനങ്ങൾ ഇനിയും തുടർന്നു കൊണ്ടുപോവുകയാണ്. പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്ത് ഗ്രാമസഭകളെ സംബന്ധിച്ച് പറയുമ്പോൾ നല്ല രീതിയിലാണ് നമ്മളുടെ ഗ്രാമവാസികൾ ഈ ഗ്രാമസഭയിൽ ബന്ധപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ഗ്രാമസഭയിൽ പങ്കെടുത്തിട്ടുള്ള ഇത്രയും നാളും ഈ ഗ്രാമസഭയുമായി ചേർന്ന് പ്രവർത്തിച്ച അല്ലെങ്കിൽ ഈ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തുമായി ചേർന്നും ഇവിടെ ധാരാളം പൊതുജനങ്ങളും അതേപോലെ കുടുംബശ്രീ പ്രസ്ഥാനവും അതേപോലെ തൊഴിലുറപ്പ് പ്രസ്ഥാനവും മറ്റ് റെസിഡൻസ് അസോസിയേഷനുകളും എല്ലാവരും നല്ല രീതിയിൽ തന്നെ ഈ കഴിഞ്ഞ 5 വർഷം ഈ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തിലെ 8-ാം വാർഡിൻ്റെ വികസന പ്രവർത്തനങ്ങളിൽ വളരെയധികം നല്ല രീതിയിൽ തന്നെ രാഷ്ട്രീയ പാർട്ടികളെയും നമുക്ക് ഞാനൊരു ഇടതുപക്ഷത്തിൻ്റെ ഒരു പ്രവർത്തകനാണ്. എന്നാലും രാഷ്ട്രീയം എന്നുള്ളത് മാറ്റി നിർത്തി നമ്മളുടെ എല്ലാ ജനങ്ങളിലേക്കും എല്ലാവിധ രാഷ്ട്രീയ അനുഭാവികളായിട്ടുള്ള ആളുകൾ ഉൾപ്പെടെയുള്ള ആളുകൾക്കെല്ലാം പഞ്ചായത്തിൻ്റെയും സർക്കാരിൻ്റെയും എല്ലാവിധ ക്ഷേമ പ്രവർത്തനങ്ങളും അവരിലേക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിച്ചിട്ടുണ്ടെന്നുള്ള ഒരു ഉത്തമ ബോധത്തോടു കൂടി തന്നെയാണ് ഈ 5 വർഷം ഇവിടെ കടന്നു പോകുന്നത്. അപ്പോൾ എല്ലാവിധ ഇത്രയും നാളും ഈ പള്ളിപ്പുറം ഗ്രാമപഞ്ചായത്തും 8-ാം വാർഡുമായിട്ട് സഹകരിച്ച എല്ലാവരെയും നന്ദിയോടെ സ്മരിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം.